ഈ സിനിമയിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ അഭിനയിക്കുകയല്ല, നിങ്ങൾ ജീവിക്കുകയായിരുന്നു അല്ല, നമ്മുടെ വീട്ടിലെ കഥാപാത്രങ്ങൾ ഇവരുടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര സ്നേഹമായിരുന്നാലും സന്തോഷിച്ചാലും പിണങ്ങിയാലും ഇത് ശരിക്കും നമ്മുടെ മുഖത്ത് തെളിയണമെങ്കിൽ ഇത് എല്ലാവരും കണ്ടിറങ്ങണവരുടെ മുഖം കാണുമ്പോഴല്ലേ, അതിനൊരു അഭിപ്രായം അങ്ങനെ വരുമ്പോഴല്ലേ അത് നമ്മൾ വിജയിച്ചില്ലേ. അതുവരെയുള്ള പേടി എല്ലാവർക്കും ഉണ്ടാവും. അല്ല, ഞാൻ നേരത്തെ ചോദിച്ചാൽ ഒരിക്കലും ഇന്ദ്രൻസേട്ടൻ എത്താത്ത സ്ഥലങ്ങളിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നല്ലേ. അത് എത്ര ഡയറക്ടർമാരുടെ കയ്യിലേക്ക് വന്ന് പെട്ടിരിക്കുന്നു. ഓരോ ഡയറക്ടർമാരിൽ നിന്നും നമ്മൾ പുതിയ പുതിയ പാഠം ഉൾക്കൊള്ളുന്നു. നമ്മുടെ പേരായിട്ടിരിക്കുന്ന ഒരു ആക്ടറിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളുന്നു. ആ ഒരു പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് അടുത്ത സിനിമയിലേക്ക് ആ ഒരു പാഠം നമുക്ക് എത്രമാത്രം ഫലം കാണുന്നുണ്ട് അതറിയാൻ പറ്റില്ല. നമ്മൾ ഇപ്പം തന്നെ എനിക്ക് ഇപ്പം നമ്മൾ ആ കാലം പോലെ ഈ പാട്ട് പാടുന്ന പോലെ ഇവർ ഓർമ്മ വരുമ്പോൾ നമ്മൾ ആ പാട്ട് പാടും. ഞാൻ ഇത്രയും പടങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത്രയും വളരെ സീനിയറായിട്ടുള്ള അങ്ങനെ നിലനിന്നിട്ടുള്ള ഒരാളൊന്നും കൂടെ അങ്ങനെ കിട്ടിയിട്ടില്ല. ഇപ്പം ശരിക്കും ഒരു നായകൻ സിനിമയല്ല എങ്കിൽ പോലും നമുക്ക് വെക്കാൻ പറ്റുന്ന അങ്ങനെ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ഇപ്പോൾ ഇവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഇന്ദ്രൻസേട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ദ്രൻസേട്ടൻ്റെ പേരാവുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻസേട്ടൻ്റെ ഒരു ഭാഗ്യമാണ്. ഇന്ദ്രൻസേട്ടന് മേഡത്തിൻ്റെ പേരാവുക വെച്ചാൽ മേഡത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. നമ്മൾ അത് അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരിടത്ത് ചെന്നെത്തി എന്നോണം അത് പറയാം. ആ ഒരു കൂട്ടുകെട്ട് എത്ര വലുതായിരിക്കും അല്ലേ. ഇനിയും ആ ജീവിതകാലത്തിലേക്കുള്ള കൂട്ടുകെട്ട് പോലെ അല്ലേ, കുടുംബം പോലെ അല്ലായിരുന്നു നമ്മൾ ജീവിച്ചു പോയത്. തമിഴ് ഞാൻ നേരത്തെ പറഞ്ഞ പല ലാംഗ്വേജിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലെത്തുമ്പോൾ ഉള്ളൊരു എന്താണെന്നുള്ള പറയുകയും ചെയ്തു. മലയാള സിനിമയിൽ ഇതിനു മുമ്പും അഭിനയിച്ച കുറേ താരങ്ങളുണ്ടല്ലേ, അവരുമായിട്ട് പല സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് യോധയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ പലതും ഓർമ്മ, ഡയലോഗുകളൊക്കെ ജയതിച്ചേട്ടൻ പറഞ്ഞ ഡയലോഗൊക്കെ നമുക്ക് ഓർമ്മ ഒരുപാട്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. ഡയലോഗ് ഓർക്കുന്നുണ്ടോ? ജയതിച്ചേട്ടൻ പറഞ്ഞ ഡയലോഗ് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല. கொஞ்சம் ஞாபகம் இல்லை அவ்வளோ, பட் ஐ நோ. അല്ല, അതിൽ നിന്ന് മാറി ഇതൊരു സീരിയസ് പോലത്തെ ഒരു കഥാപാത്രമാണ്. നമ്മൾ ചെയ്ത പല ടൈപ്പ് കഥാപാത്രം മേഡം ചെയ്തു വെച്ചിരിക്കുന്നു അല്ലെ, പല ടൈപ്പ്. പഴയ ഓർമ്മകൾ ഓർത്തെടുക്കുവാണെങ്കിൽ നമ്മൾ ജയതിച്ചേട്ടൻ ഇപ്പം സുഖമില്ലാതെ കിടക്കും, ആ ഓർമ്മ ഒന്ന് ഓർത്തെടുക്കുവാണെങ്കിൽ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും. എന്താണ് ജഗതിച്ചേട്ടനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ഓർക്കുവാണെങ്കിൽ ആ ലൊക്കേഷൻ, അന്നത്തെ ലൊക്കേഷൻ ഒന്ന് മെമ്മറിയിൽ எனக்கு மெமரி கொஞ்சம் 35 years ago அது நம்ம பண்ணியிருக்கோம். பட் எனக்கு என்ன மெமரி இருக்குன்னா, நான் புது பொண்ணு 20 years old, அந்த மாதிரி 21 years, மலையாளம் தெரியாது, இப்போவும் தெரியாது. பட் இப்போது அவ்வளோ பயம் இல்லை. என்ன டைலாக் கொடுத்தாலும் பேசிவிடுவேன் படித்து. பட் அப்போது நான் புது பொண்ணு, பயம். மோகன்லால் சார் இருக்கார், ஜெயதி சார் இருக்கார். பட் ஆனால் அவங்கெல்லாம் ரொம்ப ஹெல்ப்ஃபுல்லாக இருந்தாங்க, சிரிச்சுட்டே இருந்தாங்க. அவங்களே காமெடியன், ஆஃப் கேமரா கூட காமெடி பண்ணிட்டு சிரிச்சுட்டே இருப்பாங்க. எனக்கு புரியாது, பட் அந்த அட்மாஸ்பியர் வந்து ரொம்ப ஃபன், ஈஸி. அப்படியே பயமே இல்லாமல் லாலெட்டா, ஜெயதி சார் எல்லாம் டைலாக் சொல்லி கொடுப்பாங்க. அதுதான் எனக்கு ஞாபகம் இருக்கு. எனக்கு அவங்க காமெடி புரியாது, ஆனா ரெண்டு பேரும் சிரிச்சுட்டே இருப்பாங்க. ஆமா, ஏதோ சிரிக்கிறாங்க, பாஷை புரியாது. இப்போ கூட நீங்க நிறைய பேசுறீங்க, புரியும், பட் இவ்வளோ ஃபாஸ்டா பேசினா கொஞ்சம். അല്ല, ഇന്ദ്രൻസേട്ടൻ തമിഴ് ഇപ്പൊ പഠിച്ചു ശരിക്കും കേട്ടാൽ അറിയാന്ന്. ഞാൻ തമിഴ്നാട്ടിൽ കുറെ ഇന്റർവ്യൂ കണ്ടു. അപ്പം എന്നാതിരി പേசுங்க நீங்க தமிழ் பேசுங்க. எனக்கு தெரியாது இவங்க தமிழ் பேசுறது. நான் செட்ல இவங்க அவ்வளோ பேசல என்னோட. நான் நினைச்சேன் இவருக்கு தமிழ் அவ்வளோவா தெரியாது அப்படின்னு நினைச்சேன். பட் இப்போ சூப்பரா பேசுறாங்க. நம்ம பேசினோம், ஆனா அவ்வளோவா എങ്ങനെയോ അവിടെ ഇവിടെ എല്ലാം കുറച്ച് വരും. അത് ഞാൻ ആ ഒരു ഇന്റർവ്യൂ ഫുള്ള് ഞാൻ കണ്ടിരുന്നു. തമിഴ്നാട്ടിലെ ഒരു ഇന്റർവ്യൂ കറുപ്പമായിട്ട് വന്നു. അതിൽ നന്നായിട്ട് തമിഴ് പറയുന്നുണ്ടായിരുന്നു. അവിടെ തിരുവനന്തപുരത്ത് വന്നു അല്ലേ. അത് നന്നായിട്ട് തമിഴ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ തമിഴ് ഇന്ദ്രൻസേട്ടൻ പറയുന്നുണ്ട്, പക്ഷെ മേഡത്തിന് മലയാളം പഠിപ്പിച്ചില്ല. അന്ന് ആ കാലത്ത് വിചാരിച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല, പിന്നെ ഇപ്പൊ അവര് വിചാരിച്ചിട്ട് നടക്കാത്തതാണ്, അവര് വിചാരിച്ചിട്ട് നടത്തില്ല, പിന്നെ നമ്മൾ വിചാരിച്ചിട്ട് നടക്കണമെന്നല്ലേ. ഇന്ദ്രൻസേട്ടൻ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇപ്പൊ ഇന്ദ്രൻസേട്ടൻ മലയാളത്തിൽ മാത്രമല്ല വീണ്ടും മാറുവാണ്, സിനിമകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തമിഴ് സിനിമയിലേക്ക് പോകുന്നു. ആ കാലഘട്ടം പല സിനിമയിലേക്ക് പോവാണ്. ഇന്ന് ഇന്ദ്രൻസേട്ടന് ഒരു ഹിന്ദി പല ലാംഗ്വേജിലേക്ക് ഇന്ദ്രൻസേട്ടന് വേണ്ടി നോക്കിയിരിക്കുവാണ്. 100% ഇന്ദ്രൻസേട്ടൻ അങ്ങനെയല്ല, സത്യസന്ധമായ ഓരോ സിനിമകൾ കാണുമ്പോഴാണല്ലോ
ഡയറക്ടർമാരും അല്ലെങ്കിൽ എൻ്റെ പ്രൊഡ്യൂസർമാരും ഇത് കൊള്ളാം, ഇദ്ദേഹം വേണമെന്ന് തീരും. അങ്ങനെ ഒരു യാത്ര തുടരാൻ ഇന്ദ്രൻസേട്ടൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു യാത്ര തുടരാനുള്ള ആഗ്രഹം? இந்த படத்துல ஹிந்தி பேசியிருக்கார். ആ இந்த படத்துல ஹிந்தி பேசியிருக்கார். ആ ഡയലോഗ് അങ്ങനെ കയറി കൊളുത്തിയാ ആ പോയി. അതല്ലേ, അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു വന്ന കറക്റ്റ് റൂട്ടിൽ നിന്ന് മേഡം പറഞ്ഞ് ഹിന്ദി പേശിട്ടുണ്ടെന്ന്. അത് சொல்ல மாட்டேங்கிறார். പാടുപെടും, എനിക്ക് പാടുപെടും, ആര്? ഞാൻ കേൾക്കുന്നവരും. മേഡം ഇപ്പൊ വന്നിട്ട് ഏതൊക്കെ ഭാഷകളിൽ അഭിനയിക്കുന്നുണ്ട്? ഇന്ദ്രൻസേട്ടന് ഹിന്ദിയിലും പോണം. തമിഴ് തന്നെ കാറ്റില്ലാത്ത സൈക്കിൾ പോലെ റിമ്മടിക്കുക. എന്റെ പൊന്നമതി, ഇതിൽ ഹിന്ദിയിലും ഉണ്ടല്ലേ ഡയലോഗ്? അല്ല, അവര് ആ ദേശമല്ലേ, അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് അത്യാവശ്യം കാര്യങ്ങൾ. ഇയാളൊരു മാസം എന്നല്ലേ പറയുന്നത്, അപ്പൊ എന്തെങ്കിലുമൊക്കെ പൊട്ടുപടിയൊക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. വർഷ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്നും സംസാരിക്കണമെന്ന് പറഞ്ഞല്ലേ. പക്ഷെ അതെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടാണ് മേഡം ഓർത്തിരുന്നത് ഇവിടെ ഹിന്ദി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്. അവര് ചിരിക്കുന്നുണ്ടായിരുന്നു. തെറ്റിയതിനാണോ ശരിക്കും അത് നമുക്കറിയില്ല. ചിരിക്കുന്ന എന്തിനാന്ന് ഇപ്പൊ മേഡം പറഞ്ഞല്ലോ, അവിടെ ലാലേട്ടനും ജയതിച്ചേട്ടനും സംസാരിക്കണം, അവര് ചിരിച്ചു. അതെ, ഹിന്ദി പറഞ്ഞപ്പോഴും മേഡം ചിരിച്ചിട്ടുണ്ട്. நான் சிரிக்க கூடாது இல்லையா, ஏன்னா இவர் சீனியர் ஆக்டர். க்ளோஸ் அப் பேக் ஷாட்ல சஜஷன்ல இருக்கச்ச அவர் ஹிந்தி பேசினா எனக்கு ஒரே சிரிப்பு வரும். ஆனா எக்ஸ்பிரஷன் சூப்பர் மேனേജ് பண்ணிடுவார். അത് കിട്ടുന്നുണ്ട്. ഇപ്പൊ എൻ്റെ തന്നെ ഹിന്ദിയിൽ അഭിനയിക്കുന്ന വെച്ചാൽ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇട്ട്, എക്സ്പ്രഷൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്. ഈ മലയാള സിനിമ തമിഴ് സിനിമ അങ്ങനെയൊന്നും നമുക്ക് വ്യത്യാസമില്ല. നമ്മളൊരു ആക്ടറാണ്, നമ്മളിൽ വരുന്ന കഥാപാത്രം നമ്മൾ ചെയ്യുകയാണ് അല്ലേ. അതല്ല ഭാഷയുടെ സ്വാധീനം ഭയങ്കരമല്ലേ. അത് പണിയാ. നമുക്ക് ഒരു നോട്ടത്തിനോ ഒരു വാക്കിനോ പല അർത്ഥങ്ങളുള്ളതുപോലെ നമുക്ക് ഒരുപാട് സംസാരിക്കാതെ ഒരുപാട് ചെയ്യാൻ പറ്റും നമുക്ക് വശമുള്ള ഭാഷയാണെങ്കിൽ. മറ്റേത് അങ്ങനെ ഈസിയല്ല. ഈ കറുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം മറ്റൊരു സിനിമ വരുവാണ്. കറുപ്പ് സൂപ്പർ ഹിറ്റിലേക്ക് പോയ സിനിമ ചിന്ന ആശയവരുമാണ്. ഇതും മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കേണ്ട സിനിമയാണ്, ഏറ്റെടുക്കുന്ന സിനിമയാണ്. അതേപോലെ ട്രെയിലറിന് സോങ്ങും കണ്ടപ്പോൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയമാകുന്ന അടുത്തൊരു കഥാപാത്രത്തിലേക്കാണ്. കറുപ്പിൽ ഓരോ സീനുകൾ കഴിഞ്ഞപ്പം എനിക്ക് ഞാൻ വീട്ടിലിരുന്ന് കണ്ണു നിറഞ്ഞ ആലോചിച്ച് കണ്ണു നിറഞ്ഞ സീൻ എന്താണെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഗൂഗിൾ പേ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ സാധനം. അത് ജീവിതത്തിലും ശരിയാണ് അല്ലേ, നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ്. ഇന്ദ്രൻസേട്ടനാവൊന്നും അറിയില്ല, ഇപ്പോഴാണ് ഇങ്ങനത്തെ ഫോൺ തന്നെ കിട്ടണമെന്ന് എപ്പോഴും പറഞ്ഞത്. നമുക്ക് ആദ്യം തൊട്ട് നമ്മൾ പറയുന്നതാണ് ആ സീൻ. നമ്മുടെയൊക്കെ മനസ്സ് ഭയങ്കരമായിട്ട് നമ്മളൊരു അച്ഛൻ എന്ന നിലയിൽ, എനിക്കും 2 കുട്ടികളാണ്, ഒരു അച്ഛൻ എന്ന നിലയിൽ നമുക്ക് ഫീൽ ചെയ്ത സീനാണ്. ആ സീനിൻ്റെ സമയത്ത് ഇന്ദ്രൻസേട്ടൻ്റെ മനസ്സിലുണ്ടായ ഒരു ഫീലോ ഒന്ന് പറയും. ആ ഒരു സീൻ മാത്രം. സെയിം തന്നെ, സെയിം. എനിക്കതൊരു മോളുണ്ടെങ്കിൽ എല്ലാം ട്രെയിനിലെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, കയറ്റിക്കൊണ്ട് പോകുന്നു, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. മോക്ക് കിട്ടിയ പുതിയ തലമുറയിൽ നിന്ന് കിട്ടിയ അറിവിൻ്റെ തണലിലാണ് അച്ഛൻ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിനെ സംരക്ഷിക്കാനാണ് ഈ യാത്ര. അതവിടെ ഇടയ്ക്ക് വെച്ച് അണഞ്ഞു പോകുമ്പോഴത്തേക്ക് കുരുടനായി പോകാൻ തന്തേൻ നിർജീവമായി പോകും. എല്ലാ ഇരുട്ട് മൂടിയില്ലേ. അപ്പോൾ അങ്ങനെ വന്നാൽ എങ്ങനെ അത് തന്നെ ആയിരുന്നോ ശരിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അന്ന് ഇപ്പം ജി പറഞ്ഞപ്പോണ്ട് പറയണ അങ്ങനെയൊന്നും അല്ല, അങ്ങ് നിലവിട്ട് പോവും. നമ്മൾ പിന്നെ ഒരു പരിമിതിയിലൊക്കെ നമ്മൾ ചെയ്തു വെക്കൂലേ. അതേ ഉള്ളൂ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. സൂര്യ സാർ എന്താണ് പറഞ്ഞത് ലൊക്കേഷനിൽ? സൂര്യ സാറല്ല എപ്പോഴും ഒന്ന് എങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നല്ല ഇറക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ஆனா டிவில அப்படி பேசுறாரு அவர் உங்களை பத்தி. എന്ത് നന്നായിട്ട് ரொம்ப പ്രൈസ് பண்றாரு. അത് തന്നെയാണ് ഇപ്പൊ മേഡം പറയുന്നത് ഇന്ദ്രൻസേട്ടനെ കുറിച്ച്. ஆனா எனக்கு இன்னும் கூகுள் பே பண்ண தெரியாது. രണ്ടുപേർക്ക് അറിയില്ലേ? எனக்கு இப்பவும் தெரியாது. അത് കുട്ടികൾക്കൊക്കെയാണ് അത് ഈസി ആയിട്ട് ചുമ്മാ പോണ മക്കൾ ഇങ്ങനെ ആക്കിയിട്ടൊക്കെ പോണതാണ്. രണ്ടുപേരും ശരിയാട്ടോ പ്രേക്ഷകരെ, രണ്ടുപേരും നമ്മുടെ കഥാപാത്രങ്ങൾ രണ്ടുപേരും ഒക്കെ. അതുകൊണ്ടാണ് ഈ കഥാപാത്രം അത്ര യോജിക്കുന്നത് കേട്ടോ. നിങ്ങൾ ആ കുടുംബ പശ്ചാത്തലം കാണിക്കുന്നത് രണ്ടും എല്ലാം യോജിച്ചു പോവാണ്. അത് വർഷം അറിഞ്ഞു തന്നെ എടുത്താന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരെ കറക്റ്റായിട്ട് യോജിപ്പിച്ചെടുത്താന്ന് എനിക്ക് തോന്നുന്നു. വർഷം വീട്ടിൽ എല്ലാം അന്വേഷിച്ചിട്ട് ഈ സംബന്ധം ആലോചിക്കും പോലെ
നാട്ടിലും വീട്ടിലും പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിച്ച് എന്നിട്ട് കുറെ ദിവസം പോയി യാത്ര ചെയ്ത് ചോദിച്ച് അയലോക്കത്ത് ഇതെങ്ങനെയുണ്ട് അല്ലെ അങ്ങനെ ചോദിച്ചിട്ട് വർഷം കറക്റ്റ് കണ്ടെത്തിയാന്ന് സ്വഭാവം വരെ കണ്ടുപിടിച്ചിട്ടാ. അത് പറഞ്ഞു വന്നപ്പോ എല്ലാം இல்ல அது என்ன சொன்னீங்க லாஸ்ட் டைம் என்ன சொன்னீங்க? നമ്മുടെ എന്ത് പറയും, സ്വഭാവത്തിന് എന്ത് പറയും, സ്വഭാവം മനസ്സിലായി. ബട്ട് നമ്മ സ്വഭാവം കറക്റ്റാ കണ്ടുപിടിച്ച് നമുക്ക് പക്കത്ത് വീട്ടിലെല്ലാം വന്ന് അവരെ പിടി അവരുടെ എല്ലാം പഠിച്ചു വെച്ചിട്ട് വിളിച്ച കൂപ്പിട്ട മാതിരി. അപ്പടി കൂപ്പിട്ട ആമാ ആമാ കറക്റ്റ് കറക്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി ലൊക്കേഷനും മനസ്സിലാക്കി തരും. നമ്മള് സ്പീഡ് കൂടുന്നോണ്ടാണ്, ഇല്ലെങ്കിൽ കറക്റ്റ് അറിയാം. പിന്നെ മലയാളം മനസ്സിലായില്ലെങ്കിൽ എന്നോട് സംസാരിക്കാം. നമ്മൾ ഇത്തിരി സ്പീഡായിട്ട് പറയുമ്പോൾ കൊഞ്ചം സ്പീഡാ പറഞ്ഞ കൊഞ്ചം പ്രോബ്ലം, ഫുള്ളാ മനസ്സിലാവും. എനിക്ക് നല്ല സ്പീഡ് ഇருக்கு. അല്ല ഇത് മനസ്സിലാവും എനിക്ക് മനസ്സിലാവും. സംസാരിക്കാൻ ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് ഇനിയും കുറെ ഇന്റർവ്യൂ ഉണ്ട്. സിനിമ സൂപ്പർ ഹിറ്റ് ആകണം. അപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഈ സിനിമ 19-ാം തീയതിയാണ് റിലീസ്. ഇവിടെ ഈ സിനിമ എത്തിക്കുന്നത് ദുൽഖർ കമ്പനിയാണ്. ആ സിനിമ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് വേഫെയർ എടുക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ദുൽഖർ കമ്പനി എടുക്കണമെങ്കിൽ സിനിമയിൽ എന്തോ ഉണ്ട് എന്നവർക്കറിയാം. ഇതിലെ മറ്റ് കഥാപാത്രങ്ങൾ ഇപ്പോൾ ഒരു ദിവസം വന്നു പോകുന്ന കുറേ മലയാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ഒക്കെ കഥാപാത്രങ്ങൾ എല്ലാവരും ഉണ്ട്. ആ നമ്മുടെ പ്രിയപ്പെട്ട മലയാളി താരങ്ങളും നാട്ടിൽ താരങ്ങളും ഇതെല്ലാവരും കൂടി ചേർക്കുമ്പോഴാണ് ആ ഒരു ദിവസം പൂർണ്ണമായി സിനിമ എത്തുന്നത്. ഈ 19-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമയ്ക്ക് ഇന്ദ്രൻ ചേട്ടൻ തമിഴിൽ പ്രേക്ഷകരെ വിളിക്കണം, മേഡം മലയാളത്തിൽ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് വിളിക്കണം. ഇത്ര ഉള്ളൂ എനിക്ക്. ഞാൻ മേഡത്തിനോട് പറഞ്ഞുതരാം. ജൂൺ 19 നോക്കിയത് ജൂൺ 19-ാം തീയതി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ജൂൺ 19-ാം തീയതി ഞങ്ങളുടെ സിനിമ ഞങ്ങളുടെ സിനിമ ചിന്ന ചിന്ന ആസൈ തിയേറ്ററിൽ എത്തുകയാണ്. നിങ്ങൾ എല്ലാവരും വരണം. വന്ന് സിനിമ കാണണം. ഓക്കെ? തമിഴിൽ ഇങ്ക പേസണം. തമിഴ് ചൊല്ലി കൊടുക്കാം. நீங்க எல்லாரும் குடும்பத்தோட சேர்ந்து ஜூன் 19-ஆம் தேதி தியேட்டர்ல வந்து பார்க்கணும், படம் பார்க்கணும். തമിഴ് ജൂൺ 19-ന് 19-നില്ല, അത് മലയാളം പറ്റില്ല, തമിഴ് വേണം. 19-ന് വേണ്ട, തമിഴ്. 19 தான் ஜூன் 19-നില്ല, 19 ജൂൺ 19. ഓക്കെ. ജൂൺ 19 ചിന്ന ചിന്ന ആശയ തിയേറ്ററിലെത്തുന്നു മലയാളം. தியேட்டர்ல வந்து കുടുംബത്തോടെ വന്ന് படத்தை பார்க்கணும். ഞങ്ങളെ എല്ലാരെയും അനുഗ്രഹിക്കണം. ഓ സൂപ്പർ.